ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. 2 കപ്പ് ഒരു കുഴക്കട്ടയാണേ. ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇന്ന് നമ്മൾ എടുക്കുന്ന ഏത് കപ്പ് എടുക്കുന്നോ അതനുസരിച്ചായിരിക്കണം അളവുകൾ. പിന്നെ മധുരമൊക്കെ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അങ്ങനെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കേ. നമുക്ക് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിക്കേ. ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കേ. ചൂടാവട്ടെ. ഈ ചൂടായ നെയ്യിലോട്ട് 1 കപ്പ്, ഇപ്പം ഇതിന് 2 കപ്പ് മാവല്ലേ എടുത്തേ, 1 കപ്പ് തേങ്ങ. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഈ മാവില്ലേ, ഗോതമ്പ് മാവ്, അതിട്ട് കൊടുക്കേ. ഗോതമ്പ് മാവിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം ചെറുതായിട്ട്. ഇനി ഇതിനകത്ത് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തീയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴക്കട്ടയാണ്. പിള്ളേർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുഴക്കട്ടയായിട്ടും എടുക്കാം, പിന്നെ ഇലയിൽ വെച്ച് പരത്തിയും ആവി വെച്ച് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ മാവൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങ് ഭയങ്കര ചുവക്കം മൂക്കണ്ട, അതിൻ്റെ പച്ച മണമൊന്നും മാറത്തില്ല. നമുക്ക് ആ മണം വരുന്നുണ്ട് മൂത്തതിൽ. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കേ. ഇനി ഇതിനകത്ത് ഇതോടെ ഇരുന്ന് തണുക്കട്ടെ. അതുപോലെ തന്നെ ഇതിന് ഒരു 1.25 കപ്പ് ശർക്കര, 2 കപ്പ് ശർക്കരയായ മധുരം അവരവരുടെ ഇഷ്ടം പോലെ, ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെ 1.5 കപ്പ് ഇടാം. ഇപ്പം ഞാൻ 1.25 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇതൊന്ന് കുതിർന്ന് കിട്ടണം. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞ് ഇതിനകത്ത്
ഈ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് പോകും. അതൊന്ന് ഉരുക്കിയെടുക്കട്ടെ. നമ്മുടെ ശർക്കര എല്ലാം ഉരുകിയേ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തില്ലേ ഒരു 6 ഏലക്ക പൊടിച്ചതേ അതിട്ട് കൊടുക്കാം. ഇപ്പം ചൂടിൽ തന്നെ വെക്കാം, കുഴപ്പമില്ല. കാര്യം നമുക്കിതിപ്പം ഈ ചൂടായ ശർക്കരയില്ലേ ചൂടോട് തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, അരിച്ചൊഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടിയാലും പ്രശ്നമില്ല, കാരണം നമുക്ക് തീ കത്തിച്ചിട്ടൊന്ന് കുറുക്കി കൊടുത്താൽ മതി. ഇതൊന്ന് തീ കത്തിച്ച് കൊടുക്കേ. ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കുറുക്കി കൊടുക്കാം. ഇനി ഇരുന്നാൽ മതി, കാര്യം വെള്ളം ഇച്ചിരി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതും കട്ട പിടിച്ചോളും. ഞാൻ ഇനി അണയ്ക്കാം. ഞാൻ ക്യാമറ ഓഫാക്കിയിട്ടില്ലായിരുന്നു മാവിട്ടതിന് ശേഷം. ഈ സമം മാത്രം മതിയേ. ഇനി ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ചൂടാകുമ്പോൾ നമുക്ക് ഉരുട്ടാം. ഈ ചൂടിൽ പിടിക്കാൻ ഒക്കില്ലല്ലോ. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവായിട്ടിരിപ്പുണ്ട്. ഒരു ഇളം ചൂടേ ഉള്ളു. ഇതിനകത്ത് ഞാൻ താഴോട്ടെടുത്ത് വെച്ച് ചെയ്യേ. ഇത് പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഇങ്ങോട്ടിടേ. ഇനി ഇതിനകത്ത് കയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുട്ടി കൊടുക്കേ. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ള, 1 ടേബിൾ സ്പൂൺ ഒഴിച്ചില്ല. ചെറിയ ചൂടേ ഉള്ളേ. ചൂടുണ്ട്. ചൂടുണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇരിക്കണ്ട, ഞാൻ എൻ്റെ ഇഡലിക്കുട്ടും എടുത്ത് വെച്ചിട്ടുണ്ടേ. വേണ്ടേ
ഇഡലിക്കുട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡലിക്കുട്ടത്തിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് ഞാൻ തീ കത്തിക്കുക. ഈ 2 ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നെയ്യ് പരത്തി വെച്ചിട്ടുണ്ടേ, അല്ല എണ്ണ പരട്ടിയാലും മതി. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കേ. നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി വെക്കാൻ. കുറച്ച് വെള്ളവും തൊടാം. വെള്ളം തൊട്ടിട്ട് മാവ് എടുക്കാവൂ. നമ്മുടെ വെള്ളം ചൂടായി, തീർന്ന് കുറച്ചിടാം. നല്ല വീതിയും നീളത്തിലൊക്കെ ഉള്ള ഇലയുടെ കഷ്ണങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ വെക്കാം നമുക്ക്. ഇനി ഞാനിത് തുറക്കുക, അടുപ്പ് നോക്കേ. പാത്രത്തിൽ നമ്മുടെ വെള്ളം തിളച്ചു ഇഡലിക്കുട്ടത്തിൻ്റെ ഉണ്ടാ ആവി വെക്കണം. ഇനി ഞാനിത് തുറക്കി ഇങ്ങോട്ട് വെക്കേ. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് തീ ഒന്നിട്ട് കൊടുക്കേ. ഒരു 5 മിനിറ്റ് കിടന്ന് വെന്താൽ മതി. എന്നിട്ട് എടുക്കാം. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് വെക്കാം. അത് കാര്യം കൊച്ചു ഇഡലിക്കുട്ടമാണേ, അല്ലെ സ്റ്റീമർ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെക്കാം. ഇനി ഞാൻ ഇത് ഉരുട്ടിയാണ് വെക്കുന്നത്. ഇനി കുഴക്കട്ട പോലെ ഉണ്ടാക്കി വെക്കേ. ഇതിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് വെന്ത് കഴിയട്ടെ. നമ്മുടെ ഇലയിട നോക്കേ. ഒരു 7 മിനിറ്റ് കഴിഞ്ഞേ. ഞാൻ ഗ്യാസ് ഓഫാക്കുക. എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, തണുത്തിട്ടെടുത്ത് മാറ്റാം. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റേ ഓരോ അട. ഇനി ഇത് കുഴക്കട്ടയ്ക്ക് ഇനി അടുത്ത് വെച്ചിട്ടുണ്ടേ. ചൂടാണ്. ഇട്ടിരിക്കട്ടെ, ഒന്ന് ആറട്ടെ. ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. കമത്തി ഇട്ടേക്കാം കേട്ടോ, ഒരുപാട് സ്പേസ് കിട്ടും അപ്പോൾ ഇച്ചിരി കൂടെ. ഇനി ഇതിൻ്റെ പുറത്ത് ഇത്തിരി നെയ്യ് തടവി കൊടുക്കേ. കൈ വെച്ച് വെള്ളം തടവിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ വെച്ച് കൊടുക്കേ.
അതിന് ഇത് ഓൾറെഡി വെന്ത സാധനമല്ലേ, കുറച്ചൊക്കെ. കാര്യം നമ്മൾ മാവ് വറുത്തു, പിന്നെ ചൂട് ശർക്കര പാനീയ ഒഴിച്ച് കുഴച്ചത്. ബാക്കി ഒരു 7 മിനിറ്റ് ഞാൻ ഇത് വെച്ചിരുന്നു. ഇനി ഇതും അതുപോലെ തന്നെ ഒരു 7-8 മിനിറ്റ്. നമ്മൾ ലാസ്റ്റ് കുഴക്കട്ടേക്ക് വെച്ചേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ ഇത്ര മിനിമത്തിൽ അല്ല മാക്സിമത്തിൽ വെക്കണ്ടേ, മീഡിയത്തിൽ വെച്ചാൽ മതി. ഇങ്ങനെ കിടന്ന് ഒരു 8 മിനിറ്റ് കിടക്കട്ടെ. നമ്മുടെ ഉണ്ട നോക്കാം, കുഴക്കട്ട നോക്കാം. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കട്ടെ. ഗ്യാസ് ഓഫാക്കി. ഓക്കെ, നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എടുക്കാൻ വെക്കില്ല, നല്ല ചൂടാണ്. ഇതൊന്ന് തണുക്കട്ടെ, ഞാൻ വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. നമ്മുടെ കുഴക്കട്ട എടുക്കേ. പിന്നെ നമ്മുടെ ഇലയടയും കൂടെ എടുത്ത് ഓക്കെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴക്കട്ടയും ഇലയടയും. ഓക്കെ, അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഈസിയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം ഇതെല്ലാം കൂടെ വെക്കാൻ പറ്റിയിട്ടില്ല. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വെച്ചത്. കാര്യം 2 വലിയ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇഡ്ഡലിക്കുട്ട, ചെറിയ ഇഡ്ഡലിക്കുട്ട വേണ്ടേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്. നല്ല കഴിക്കാനൊക്കെ നല്ല പിള്ളേർക്കുണ്ടാ കണ്ടില്ലേ, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.